ഹായ്, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സ്വിഫ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ മാരുതിയുടെ മോഡലിൻ്റെ LXi വേരിയൻ്റ് ആണ്. അത് സ്വിഫ്റ്റിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ് LXi. ഞാൻ പെട്ടെന്ന് സ്വിഫ്റ്റിൻ്റെ ഫീച്ചേഴ്സ് ക്വിക്കായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫ്രണ്ടിൽ ബേസിക്കായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. DRL C വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. ദെൻ ഫോഗ് ലാമ്പ് പ്രൊവിഷനും നമുക്ക് ഈ വെഹിക്കിളിൽ വരുന്നില്ല. ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സോക്കറ്റ് മാറ്റി റീപ്ലേസ് ചെയ്യാവുന്നതാണ്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 14 ഇഞ്ചിന്റെ വീൽസ് ആണ്. ഇതിൽ നമുക്ക് വീൽ കവർ വരുന്നില്ല, ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഫെൻഡറിലായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. മിററും ഡോർ ഹാൻഡിലും ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇന്റീരിയറിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ ഡോറിൽ നമുക്ക് പവർ വിൻഡോസിന്റെ ഓപ്ഷൻ ഉണ്ട്. മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് ഈ വേരിയന്റിൽ വരുന്നില്ല. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ടിൽറ്റ് സ്റ്റിയറിംഗ് അവൈലബിൾ ആണ്. ദെൻ നോർമൽ സ്റ്റാർട്ടിംഗ് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് അവൈലബിൾ അല്ല. അഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഓപ്ഷൻ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ ഉണ്ട്, ഹെഡ് ലാമ്പ് ലെവലിംഗിന്റെ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒന്നും നമുക്ക് വരുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ദെൻ താഴേക്ക് വരുമ്പോൾ നമുക്ക് AC-യുടെ ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് AC അല്ല, ഡിജിറ്റൽ AC എന്ന് പറയും. ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ അല്ല. ബട്ട് നമുക്ക് ഫുൾ AC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇല്ല, മാക്സ് AC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. താഴെ വരാൻ നേരത്ത് നമുക്ക് ആക്സസറി സോക്കറ്റ് നമുക്ക് ചെയ്യാൻ, അതായത് ചാർജിങ് പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഫ്രണ്ട് സീറ്റിലേക്ക് വരുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് അവൈലബിൾ അല്ല, നമുക്ക് സ്ലൈഡിംഗ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവറിന്റെ ഹെഡ് റെസ്റ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇനി നമുക്ക് റിയർ റോയിലേക്ക് പോകുമ്പോൾ റിയറിൽ നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റ് അല്ല, ഫ്ലാറ്റ് സീറ്റ് ആണ് നമുക്ക് വരുന്നത്. ദെൻ അത് ബെഞ്ച് ഫോൾഡിംഗ് ആണ്, അതായത് ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലേക്കാണ് വരുന്നത്. ഹെഡ് റെസ്റ്റ് ഇന്റഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റ് ആണ്. നമുക്ക് റിയർ AC വെന്റിന്റെ ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല. നമുക്ക് സീറ്റ് ബാക്ക് പോക്കറ്റ് ഡ്രൈവർ സൈഡിൽ അവൈലബിൾ അല്ല. കോ ഡ്രൈവർ സീറ്റിൽ നമുക്ക് ഒരു ചെറിയ പോക്കറ്റ് അവിടെ ഫയൽസ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് വരുന്നുണ്ട്. നമുക്ക് റിയറിലേക്ക് വരുമ്പോഴത്തേക്കും LED ആണ് നമുക്ക് ടൈൽ ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്വിഫ്റ്റിന്റെ ബൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കും 265 ലിറ്റർ ആണ് നമുക്ക് ബൂട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ നമുക്ക് ബേസ് തൊട്ട് തന്നെ അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ്, ABS, CBD പോലത്തെ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. സ്പെയർ ടയറും നമുക്ക് സെയിം ഫ്രണ്ടിൽ കണ്ട പോലെ 14 ഇഞ്ചിന്റെ ഒരു സ്പെയർ ടയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 37 ലിറ്റർ ആണ് നമുക്ക് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ദെൻ ഇത്രയുമാണ് നമ്മുടെ സ്വിഫ്റ്റിന്റെ LXi വേരിയന്റിന്റെ ബേസിക് ഫീച്ചേഴ്സ്. പിന്നെ ആന്റീന വരുന്നത് നമുക്ക് മൈക്രോ ആന്റീനയാണ്, ഷാർക്ക് ഫിൻ അല്ല. അപ്പോൾ ഇത്രയുമാണ് ബേസിക് നമുക്കൊരു സ്പെക്ക് വരുന്നത്. ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മാരുതിയുടെ തന്നെ പുതിയ Z സീരീസ് എഞ്ചിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്വിഫ്റ്റിന്റെ മൈലേജ് മാനുവലിലേക്ക് വരുമ്പോഴത്തേക്കും 24.8, ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് 25.75 CNG മോഡിലേക്ക് വരുമ്പോൾ 32.85 ആണ് സ്വിഫ്റ്റിന്റെ മൈലേജ് പറയുന്നത്. കൂടുതൽ ഇൻഫർമേഷന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം.